സാംസങ്ങിൻ്റെ ഈ വർഷത്തെ ഗാലക്സി നോട്ട് സീരീസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഗാലക്സി നോട്ട് 20 അൾട്ര എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ സാധാരണ ഒരു നോട്ട് 20 വേർഷൻ വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ നോട്ട് 20 പറ്റിയാണ്. പക്ഷേ ഈ നോട്ട് 20 നോക്കാൻ നേരത്ത് ഇതിനകത്ത് അവർ ഒരുപാട് സ്ഥലത്ത് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പെസിഫിക്കേഷൻസിനകത്ത് ഒരുപാട് കുറച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് നോക്കുവാണെങ്കിൽ അതിനകത്തൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇതിൻ്റെ പ്രൈസിങ്, അതായത് ഒഫീഷ്യൽ പ്രൈസിങ് നോക്കുവാണെങ്കിൽ അത് അത്യാവശ്യം കൂടുതലാണ്. അതും ഇതിൻ്റെ ഒരു ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതും ആ വേരിയൻറ്റ് ഇപ്പോഴത്തെ പ്രൈസിങ്, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രൈസിംഗ് എന്ന് പറയുന്നത് 77,999 ഇന്ത്യൻ റുപ്പീസ് ആണ്. അത് ഈ പ്രൈസിംഗ് കാണാൻ നേരത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോട്ട് സീരീസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്ര പ്രൈസ് കൂടിയായിട്ട് തോന്നത്തില്ല. പക്ഷേ ഈ നോട്ട് 20 എന്ന് പറയുന്ന ഫോൺ ഇവരുടെ പ്രോപ്പർ നോട്ട് സീരീസ് ഫോൺ കണക്കല്ല, അതിന് വേറെ ഒരു ലൈറ്റ് വേർഷൻ കണക്കാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ് കട്ടിങ് ചെയ്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഡിസൈനകത്താണ്. അതായത് ഈ ഫോണിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നോട്ട് കണക്ക് ഗ്ലാസ് അല്ല, അതിന് പകരം പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് ഡ്യൂറബിലിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ലതെന്ന് പറയാൻ പറ്റും, പക്ഷേ നമുക്കൊരു പ്രീമിയം ഫീൽ തരുന്നൊരു മെറ്റീരിയൽ അല്ല. അത് മാത്രമല്ല നമുക്കിതിനകത്ത് തന്നെ കാണാൻ മനസ്സിലാവും ഇതിനൊരു മാറ്റ് ടെക്സ്ചർ ഉണ്ടെങ്കിലും എനിക്കിത് പ്ലാസ്റ്റിക് എന്നുള്ള കാര്യം നമുക്ക് തുടർന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അത് തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, പ്രീമിയം ഫീൽ കിട്ടിയില്ല. പക്ഷേ നമുക്ക് ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത് മെറ്റൽ തന്നെയാണ്, അപ്പോൾ അത് നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ബട്ടൺസിനകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ടൺസ് ഒക്കെ നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്, അപ്പോൾ അത് ഇഷ്യൂസ് ഇല്ല. പിന്നെ ക്യാമറ നോക്കുവാണെങ്കിൽ തന്നെ ക്യാമറ മോഡ്യൂൾ ഇപ്പോൾ നോട്ട് 20 അൾട്രയുടെ ഒരുപാട് പുറത്തേക്ക് നിൽക്കുന്ന കണക്കല്ല, അതിനെക്കാട്ടിയും കുറച്ചുകൂടെ അകത്തിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ വലിയ തിരക്കേടില്ല, കൊള്ളാം. പിന്നെ നമുക്ക് എസ് പെൻ കിട്ടുന്നുണ്ട്. എസ് പെൻ എന്ന് പറയുന്നത് ഈ വട്ടം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണ നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്ന സാധനം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളെ ചാർജിങ് പോർട്ട് USB-C ആണ്, അതിനും കംപ്ലയിൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡിസ്പ്ലേ നോക്കാൻ നേരത്ത് കേർവ് ഡിസ്പ്ലേക്ക് വരും ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേനെ വന്നിരിക്കുന്നത്. അത് ഡിസ്പ്ലേയുടെ സൈഡ് ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്കൊരു ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ അറിയാതുള്ള ടച്ചൊന്നും അതിനകത്ത് വർക്ക് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിൽ അത് നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മെറ്റീരിയലിനകത്ത് ഈ ബാക്കിൽ ഗ്ലാസ് വരാതെ പ്ലാസ്റ്റിക് വന്നപ്പോൾ തന്നെ ആദ്യത്തെ കോസ്റ്റ് കട്ടിങ് കാര്യം കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഡിസ്പ്ലേക്കകത്താണ് നമുക്ക് അടുത്ത കാര്യം കാണാൻ പറ്റുന്നത്. അതായത് ഡിസ്പ്ലേ ഒരു മോശമായ ഡിസ്പ്ലേ എന്ന് ഞാൻ പറയത്തില്ല, നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ നോട്ട് 20 അൾട്ര സീരീസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഡിസ്പ്ലേയുടെ ഒപ്പം നിൽക്കുന്ന ഡിസ്പ്ലേ അല്ല. അത് മാത്രമല്ല സാംസങ്ങിൻ്റെ തന്നെ പുതിയതായിട്ട് ഇറങ്ങിയ ഗാലക്സി S20 ഫാൻ എഡിഷൻ എന്ന് പറഞ്ഞ ഫോണിനകത്ത് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ സ്പെസിഫിക്കേഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നിട്ട് പോലും ആ ഫോണിൻ്റെ പ്രൈസിങ് ഇതിലും കുറവാണ്. പിന്നെ അത് മാത്രമല്ല ഗാലക്സി S20യും S20 പ്ലസും ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ പ്രൈസിങ് ഇതിലും കുറവാണ്. പ്രത്യേകിച്ചും S20 പ്ലസിനൊക്കെ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് ഈ ഗാലക്സി നോട്ട് 20യുടെ ഡിസ്പ്ലേ ഈ പ്രൈസിങ്ങിന് വേർത്ത് ആയതാണെന്ന് സംശയം വരും. ഈ ഡിസ്പ്ലേയുടെ സൈസ് 6.7 ഇഞ്ച് ആണ്. അത് മാത്രമല്ല ഇവിടെ ഒരു ഹോൾ പഞ്ച് ക്യാമറയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ബെസൽസ് ഒക്കെ തീരെ കുറവാണ്. പിന്നെ റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ അത് ഫുൾ HD പ്ലസ് ആണ്. അതായത് നമുക്കിവിടെ ക്വാഡ് HD ഡിസ്പ്ലേ അല്ല കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 ഹെർട്സ് മാത്രമേ ഉള്ളൂ. അതായത് 120 ഹെർട്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഇപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ബാക്കിയുള്ള ഈ ടോപ്പ് ആൻഡ് ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം, അതായത് ഈ പ്രൈസിങ്ങിനെക്കാട്ടിയും കുറഞ്ഞ ഫോൺസിൽ പോലും ഇതിലും ബെറ്റർ സ്പെസിഫിക്കേഷനുള്ള ഡിസ്പ്ലേയും ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇടുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രൈസിങ്ങിന് പറ്റിയൊരു ഡിസ്പ്ലേ അല്ല സാംസങ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ S Pen വരുന്നതിനകത്ത് തന്നെ S Penനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോട്ട് 10 സീരീസുമായിട്ട് നോക്കുവാണെങ്കിൽ അതിനെക്കാട്ടിയും ലേറ്റൻസി കുറഞ്ഞ S Pen ആണ്. അതായത് നമുക്ക് 26 മില്ലി സെക്കൻഡേ ഉള്ളൂ ലേറ്റൻസി. പക്ഷേ നമ്മൾ നോട്ട് 20 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോട്ട് 20 അൾട്രയുടെ S Penൻ്റെ ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മില്ലി സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ S Pen ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല. അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് S Pen ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ആവുന്നത്. S Penൻ്റെ ഫീച്ചേഴ്സിനകത്തൊന്നും ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. അത് നമുക്ക് നോട്ട്സ് എടുക്കുന്നതിനകത്തൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഈ S Pen കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ S Pen കിട്ടുന്നതും അതുപോലെ തന്നെ പിന്നെ എൻ്റെ പ്രൊസസ്സർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എക്സിനോസ് വേരിയൻ്റ് ആണ് വരുന്നത്. 990 ആണ്. എക്സിനോസ് 990 പ്രൊസറാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ റാം എന്ന് പറഞ്ഞാൽ ഇവിടെ 8 GB ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് 256 GB ആണ്. പക്ഷേ നമുക്ക് ഈ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും 256 എന്ന് പറയുന്നത് അത്യാവശ്യത്തിൽ അധികമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പക്ഷേ എക്സിനോസ് 990 പ്രൊസറിനകത്ത് രണ്ട് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് എക്സിനോസ് വരുന്ന എല്ലാ ഫോൺസിലും വരുന്ന പ്രശ്നം തന്നെയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഹെവിയായ ടാസ്ക് ഒന്നും ചെയ്യേണ്ട, സാധാരണ കാര്യം ചെയ്താൽ തന്നെ ഫോൺ പെട്ടെന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കുറവായിരുന്നു. അത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ഉള്ള റിവ്യൂ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് നമുക്ക് അവർക്ക് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഈ ഫോണിനകത്ത് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 5.5 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം, അതായത് നമ്മൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറിന് റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4300 mAh ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ് അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വയർലെസ് ചാർജിങ് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുള്ളത് എനിക്ക് വലിയ ഫീച്ചറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എക്സിനോസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് പോരായ്മ ഒഴിച്ച് ഇപ്പം യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ അത്യാവശ്യം സ്പീഡുണ്ട്. സ്പീഡിനകത്തൊന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിലും ബെറ്ററായ പ്രൊസറുള്ള ഒരു സാംസങ് ഗാലക്സി നോട്ട് 20 US-ലൊക്കെ വിൽക്കുന്നുണ്ട് തന്നെ ഈ എക്സിനോസ് പ്രൊസർ എന്തായാലും ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അത് മാത്രമല്ല നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുന്ന വേർഷനകത്ത്, അതായത് ഈ ഗാലക്സി നോട്ട് 20-കകത്ത് 5G സപ്പോർട്ടില്ല.
ഇപ്പോൾ 4G അല്ലെങ്കിൽ LTE വരെ ഉള്ളൂ, നമുക്ക് 5G സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ 5G കിട്ടുന്ന കരുതിയാണ് ഈ ഫോൺ എടുക്കുന്നതെങ്കിൽ അതും കിട്ടത്തില്ല. അപ്പോൾ ഈ പ്രൈസിങ്ങിനകത്ത് അപ്പോൾ ഇത്രയും നോക്കിയപ്പോൾ തന്നെ പോരായ്മകൾ കൂടുതലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൂട്ടി വെച്ചിട്ടും ഫീച്ചേഴ്സൊക്കെ മാക്സിമം കട്ട് ചെയ്ത് കുറച്ചേക്കാണ്. പിന്നെ നമ്മൾ ക്യാമറയിലേക്ക് പോകുന്ന നേരത്ത് അവിടെ എനിക്ക് അത്ര വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. ഈ പ്രൈസിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സാംസങ് ചെയ്തേക്കുന്നത്. നമുക്ക് ബാക്കി 3 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. അതിന് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്കൊരു 64 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അത് നമ്മൾ ഈ ടെലിഫോട്ടോ ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോട്ട് 20 അൾട്ര വരുന്ന കണക്ക് ഒരു പെറിസ്കോപ്പിക് ടെലിസ്കോപ്പിക് ക്യാമറ അല്ല, അതിന് പകരം നമുക്ക് സാധാരണ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈബ്രിഡ് സൂം കിട്ടുന്ന 3 ടൈംസും പിന്നെ 30x ഡിജിറ്റൽ സൂമാണ് കിട്ടുന്നത്. അത് നമുക്കിവിടെ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല ഷാർപ്പും കോൺട്രാസ്റ്റ് കൂടി നമുക്ക് പണ്ട് തൊട്ടേ സാംസങ് കിട്ടുന്ന കണക്കത്തെ ഫോട്ടോസാണ്. ഡൈനാമിക് റേഞ്ചും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ക്യാമറ ഇപ്പോൾ നമ്മളിപ്പം തരക്കേടില്ലാത്ത എല്ലാ ലൈറ്റിങ്ങിൽ എടുത്താലും നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഇപ്പം മാർക്കറ്റിലുള്ള ഫോൺസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതേ കണക്കത്തെ രീതി തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് സൈഡിലൊക്കെ ചെറിയൊരു പോരായ്മ വരും, പക്ഷേ എന്നാലും ആ ഇമേജ് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് തന്നെയാണ്. പക്ഷേ ഈ ടെലിഫോട്ടോ ക്യാമറയിലേക്ക് വരാൻ നേരത്ത് ഇപ്പോൾ സാംസങ്ങിൻ്റെ S20 സീരീസ് അല്ലെങ്കിൽ നമ്മൾ നോട്ട് 20 അൾട്ര നോക്കാൻ നേരത്ത് അതിനകത്തൊക്കെ നമ്മൾ ടെലിസ്കോപ്പിക് സൂം ബെറ്റർ ആണ്. അപ്പോൾ അങ്ങനത്തെ ഓർമ്മല്ല ഇവിടെ കിട്ടുന്നത്. കാരണം ഇവിടെ നമുക്ക് ഹൈബ്രിഡ് ഒപ്റ്റിക്കൽ സൂമാണ് 3 ടൈംസ് കിട്ടുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സൂം ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാരിറ്റി അത്യാവശ്യമുണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് നമ്മൾ പോകാൻ നേരത്ത് ഈ ഡിജിറ്റൽ സൂമിനകത്ത് നോയ്സ് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നമുക്ക് സൂം ചെയ്ത് 30x എടുക്കുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇമേജാണ് കിട്ടുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ 8K 24 FPS വീഡിയോ എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് എടുക്കാൻ നേരത്ത് ഒരുപാട് സ്റ്റെബിലൈസേഷൻ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4K 60 അല്ലെങ്കിൽ അതിന് താഴേക്ക് എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീഡിയോസാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഒരു iPhone 11 Pro സീരീസിനൊപ്പം നിൽക്കുന്ന വീഡിയോ അല്ല, എന്നാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നല്ല രീതിയിൽ തന്നെയാണ് വീഡിയോസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്ക് ക്യാമറ സിസ്റ്റത്തിനകത്ത് എനിക്ക് അങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയില്ല. അത് മാത്രമല്ല ഈ പ്രൈസിങ്ങിന് നമുക്ക് നല്ലതെന്ന് തന്നെ പറയാൻ വേണം. പക്ഷേ അവിടെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ അതൊരു 10 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. പക്ഷേ ഈ ക്യാമറയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ പ്രോസസ്സിംഗ് കാരണമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ സെൻസറിൻ്റെ കാരണമായിരിക്കാം, എനിക്കിതിൻ്റെ ഇമേജ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി മോഡ് എല്ലാം ഓഫ് ചെയ്തിട്ടും അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നമ്മൾ മാക്സിമം കുറച്ചിട്ടാൽ പോലും അത് അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് ക്യാമറ എടുക്കാൻ നേരത്തെ എനിക്കൊരു കംപ്ലയിൻറ്റും പറയില്ല, ബാക്ക് ക്യാമറ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞതല്ലോ, ഡിസ്പ്ലേ വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഡിസ്പ്ലേയുടെ വ്യൂയിങ് ആംഗിളിനകത്തോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്സിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ വരുന്ന സ്പീക്കേഴ്സ്, അതായത് നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഔട്ട്പുട്ട് നല്ലതാണ്, നല്ല രീതിയിൽ തന്നെ ലൗഡ്നെസ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടന്റ് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്കൊരു പോരായ്മയുള്ള കാര്യമില്ല. കാരണം ഇപ്പം മിക്ക അല്ലെങ്കിൽ എല്ലാ ഹൈ എൻഡ് ഫോൺസിനകത്തും ഹെഡ്ഫോൺ ജാക്ക് വരാറില്ല. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. അപ്പോൾ നമുക്ക് നോട്ട് 20 അൾട്രയ്ക്കകത്ത് പുതിയ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതല്ല ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പക്ഷേ എന്നാലും ഇതിന് ഡ്യൂറബിലിറ്റി ഇഷ്യൂ ഒന്നും വന്നില്ല. പിന്നെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് 5 ആണ്. പിന്നെ വൈഫൈ വേർഷൻ അത് വൈഫൈ 6 ആണ്. പിന്നെ നമുക്കിവിടെ NFC അതുപോലെ തന്നെ സെൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അതിനകത്തൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് എന്ന് പറയുന്നത് അൾട്രാസോണിക് സ്കാനറാണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ആണ്, വലിയ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല S20 സീരീസിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു സ്പീഡുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫോൺ IP68 റേറ്റഡ് ആണ്, അതായത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എത്ര സിം ഉപയോഗിക്കാൻ പറ്റുന്ന സംശയം ഉണ്ടെങ്കിൽ 2 പറ്റും. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 നാനോ സിം ഇട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു നാനോ സിമ്മും ഒരു ഈ സിമ്മും ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഡെക് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പം ഈ ഫോണിനകത്ത് ഇപ്പോൾ സാധാരണ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വരേണ്ട കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ മാക്സിമം കുറച്ച് അല്ലെങ്കിൽ പ്രൈസിനകത്തെല്ലാം എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിലെല്ലാം കോസ്റ്റ് കട്ട് ചെയ്ത് ഒരു പ്രൈസ് കൂട്ടി ഇറക്കിയ ഒരു നോട്ട് സീരീസ് ഫോണാണ്. അതായത് നോട്ട് 20 എന്നുള്ള പേരിന് പകരം എനിക്ക് തോന്നുന്നു നോട്ട് 20 ലൈറ്റ് എന്നായിരുന്നു ഈ ഫോണിന് കുറച്ചുകൂടെ ചേരുന്ന പേര്. അതും ഈ ഫോൺ ഈ പ്രൈസിന് പകരം ഒരു 50,000 അല്ലെങ്കിൽ ഒരു 60,000 മാക്സിമം ആ റേഞ്ചിലൊക്കെ അവർ ഇറക്കിയിരുന്നെങ്കിൽ തരക്കേടില്ലാത്തൊരു ഓപ്ഷനായി മാറിയേ ഈ ഗാലക്സി നോട്ട് 20. കാരണം നോട്ട് 20 അൾട്രയും നോട്ട് 20 കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോട്ട് 20 അൾട്ര ഇതിനെക്കാട്ടിയും ഒരുപാട് ബെറ്റർ ആയ ഒരു ഫോണാണ്. പക്ഷേ അതിൻ്റെ പ്രൈസിങ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ത്യൻ വേരിയൻറ്റ് മാത്രം വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എക്സിനോസ് പ്രോസസർ ഉപയോഗിക്കുന്നതാണ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഗാലക്സി S20 അല്ലെങ്കിൽ S20 പ്ലസിനൊക്കെ ഇതിനെക്കാട്ടിയും പ്രൈസ് കുറവാണ്. അത് നിങ്ങൾക്ക് ഇപ്പം നല്ല ഓഫേഴ്സിലൊക്കെ ഈ S20 പ്ലസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഈ ഗാലക്സി നോട്ട് 20 എന്ന് പറഞ്ഞ ഫോൺ എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ കുറച്ച് വെയിറ്റ് കുറഞ്ഞ ഫോണാണ് നോട്ട് 20 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം ഈ ബാക്കിൽ പ്ലാസ്റ്റിക് വരുന്നതുകൊണ്ടാണ്. അതായത് 192 ഗ്രാംസേ ഉള്ളൂ. പക്ഷേ വെയിറ്റ് ബാലൻസ് കറക്റ്റാണ്. അത് മാത്രമല്ല ഫോണിനകത്ത് ഇപ്പോൾ ഡ്യൂറബിലിറ്റി നോക്കുവാണെങ്കിൽ തന്നെ ഫോൺ വളരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ EFPs നല്ലൊരെണ്ണമാണ്. അതുകൊണ്ട് നമ്മൾ കോളിംഗ് സമയത്തൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ കോൾസിനൊക്കെ ഈ ഫോൺ നല്ലതാണ്. പക്ഷേ എന്നാലും ഈ നോട്ട് 20 എന്ന് പറഞ്ഞ ഫോൺ ഈ പ്രൈസിങ്ങിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഫോണാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.